അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോൾ സോഴ്സ് ആൻഡ് സിങ്ക് ആണ്. അപ്പം ഇതിൽ നിന്ന് വലുതായിട്ട് ക്വസ്റ്റ്യൻസ് ഇല്ല. ഇത് ചെറിയൊരു അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നൊരു ടോപ്പിക്കാണേ. അപ്പം സോഴ്സ് ആൻഡ് സിങ്ക് ഇത് പ്രത്യേകിച്ച് വലിയ ഇതായിട്ടൊന്നുമില്ല, വലിയ മലമറിക്കുന്ന സാധനമൊന്നും ഇണ്ടാത്തില്ല. അപ്പം സിമ്പിൾ സാധനം നമ്മൾ ചെയ്യുന്ന ഈ ഡിബഫ് ഇല്ലേ, ഡിബഫ് എന്ന് വെച്ചാൽ എന്നാ, del f or del f ഡൈവേർജൻസ് കാണുന്ന എങ്ങനെ, ഡൈവേർജൻസ് എന്ന് വെച്ചാൽ ഡെൽ ഡോട്ട് എഫ്, ഡെൽ ഡോട്ട് എഫിനെയാണ് ഡൈവേർജൻസ് എന്ന് പറയുന്നത്. അതാണ് ഡിബഫ്. ഈ ഡിബഫ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിനെ സോഴ്സ് എന്ന് വിളിക്കും. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സോഴ്സ്. അതേസമയം ഈ ഡെൽ ഡോട്ട് എഫ് ലെസ് ദാൻ 0 ആണെങ്കിൽ അതിനെ സിങ്ക് എന്ന് വിളിക്കും. അത്രേ ഉള്ളൂ, വലിയ സംഭവമല്ല. മീൻസ് എവിടെയെങ്കിലും ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ എഫിൻ്റെ അകത്ത് ഒരു ഇത് കണ്ടുപിടിക്കണമെന്ന് വല്ലതും ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്ത് നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്താണ്, ഇപ്പം വേണമെങ്കിൽ ചോദിക്കാം, ഒരു ഫംഗ്ഷൻ തന്നിട്ട് വെദർ ഇറ്റ് ഈസ് എ സോഴ്സ് ഓർ സിങ്ക് എന്ന് വേണമെങ്കിൽ പറഞ്ഞ് ചോദിക്കാം. ഇല്ലെങ്കിൽ വാട്ട് ഈസ് സോഴ്സ് എന്ന് പറഞ്ഞ് ഡെഫിനിഷൻ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണേ. ഞാൻ 1 മിനിറ്റ് ഞാനൊന്ന് കുറച്ച് സൂം ചെയ്തോട്ടെ. ഓക്കെ, ഇനിയും അടുത്ത എന്താണ്, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സോളിനോയിഡിലും ആൻഡ് ഇറോട്ടേഷണൽ വെക്ടർ ഫീൽഡ്. സോളിനോയിഡിൽ ആൻഡ് ഇറോട്ടേഷണൽ ഫീൽഡ്. ഈ ഒരു തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡ്, തന്നിരിക്കുന്ന ഒരു വെക്ടർ ഫീൽഡ് സോളിനോയിഡൽ ആണെങ്കിൽ തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡ് എഫ് സോളിനോയിഡൽ ആണെങ്കിൽ if it is സോളിനോയിഡൽ സോളിനോയിഡൽ അല്ലേ, അതെ, സോളിനോയിഡൽ ആണെങ്കിൽ then del dot f equal to 0 ആണ്. ഓക്കെ, തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡ് സോളിനോയിഡൽ ആണെങ്കിൽ ഡെൽ ഡോട്ട് എഫ് 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡ് ഇഫ് ഇറ്റ് ഈസ് എന്താണ്, ഇറോട്ടേഷണൽ ഫീൽഡ്, ഇറോട്ടേഷൻ ആണെങ്കിൽ എന്നാ, then del cross f equal to 0 ആയിരിക്കും. ഓക്കെ, ഇത് ഈ രണ്ട് സാധനമാണ് നമുക്ക് പഠിക്കാം. ഇനി അടുത്ത പഠിക്കാനുള്ളതും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്. തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡ് സോളിനോയിഡൽ ആണെങ്കിൽ ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു 0 ആയിരിക്കും. തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡ് ഇറോട്ടേഷണൽ ആണെങ്കിൽ ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പം അതായിരിക്കും ഡിഫറൻസ്. ഇനി നമുക്ക് അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയോ. ഷോ ദാറ്റ് ദ വെക്ടർ ഫീൽഡ് എഫ് ഈക്വൽ ടു 2x plus z cube 2xy plus z cube I plus x square j plus 3x z square k. 3x z square k. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഇറോട്ടേഷൻ ആണോ നമ്മൾ ചോദിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. ഷോ ദാറ്റ് ദ വെക്ടർ ഫീൽഡ് എഫ്
എഫ് ഈക്വൽ ടു 2xy പ്ലസ് ഇസഡ് ക്യൂബ് ഐ പ്ലസ് എക്സ് സ്ക്വയർ ജെ പ്ലസ് 3xz²k. ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഈസ് ഇറോട്ടേഷണൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇറോട്ടേഷണൽ ആണെങ്കിൽ എന്താണ്, ഇറോട്ടേഷണൽ ആണെങ്കിൽ ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു 0 ആണ് അല്ലേ. ഇറോട്ടേഷണൽ ആണെങ്കിൽ തന്നിരിക്കുന്ന വെക്റ്റർ ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു 0 ആയിരിക്കും. തന്നിരിക്കുന്ന വെക്റ്റർ ഡെല്ലുമായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡെൽ ക്രോസ് എഫ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഡെൽ ക്രോസ് എഫ് ചെയ്യാം. ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു ഐ ജെ കെ. ഡെല്ലിന്റെ അകത്ത് ഡെൽ ഓപ്പറേറ്ററിന്റെ അകത്ത് ഐ കമ്പോണന്റിന്റെ കൂടെ ഉള്ള കോഎഫിഷ്യന്റ് എന്നാ ഡോ ബൈ ഡോ എക്സ്. ജെ കമ്പോണന്റിന്റെ കൂടെ എന്താ ഉള്ളത് ഡോ ബൈ ഡോ വൈ. കെ കമ്പോണന്റിന്റെ കൂടെ എന്താ ഉള്ളത് ഡോ ബൈ ഡോ ഇസഡ്. അതുപോലെ തന്നെ ഈ തന്നിരിക്കുന്ന എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഫംഗ്ഷൻ അല്ല വെക്റ്റർ. ഈ എഫ് എന്ന് പറഞ്ഞ വെക്ടറിന്റെ അകത്ത് ഐ കമ്പോണന്റിന്റെ കൂടെ എന്തൊക്കെയാ ഉള്ളത് 2xy പ്ലസ് z³. അതുപോലെ തന്നെ ജെ കമ്പോണന്റിന്റെ കൂടെ എന്താ ഉള്ളത് x². കെ കമ്പോണന്റിന്റെ കൂടെ 3xz². ഓക്കെ. അപ്പം ഇതാണ് നമ്മളുടെ ഡെൽ ക്രോസ് എഫ്. ഇനി എന്ത് ചെയ്യണം, ഇത് സോൾവ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഐ എടുത്തു. അപ്പം ഐ എടുത്തു കഴിയുമ്പോൾ ഏതൊക്കെയാണ് മറച്ചു പിടിക്കേണ്ടത്, ഇത്രയും മറച്ചു പിടിക്കണം. ബാക്കി മിച്ചമുള്ളത് ഡോ ബൈ ഡോ വൈ ഓഫ് 3xz². ഡോ ബൈ ഡോ വൈ ഓഫ് 3xz² അല്ലേ. ഡോ ബൈ ഡോ വൈ ഈ 3xz² വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ. 3xz² വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് വൈ ടേം വല്ലതും കിടപ്പുണ്ടോ, ഉണ്ടോ, ഇല്ല. മൊത്തം കോൺസ്റ്റന്റ് അല്ലേ. ഒരു കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്ത് പറ്റും 0 മൈനസ്. ഇനി അടുത്ത ടേം എന്ന് പറയുമ്പോൾ ഏതാ, ഇത് തിരിച്ചിട്ടേക്കാം, മനസ്സിലായി. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് x². ഡോ ബൈ ഡോ ഇസഡ് ഓഫ് x² എന്ന് പറയുമ്പോൾ എന്താണ്, ഇതും കോൺസ്റ്റന്റ് അല്ലേ. ഇസഡ് ടേം എല്ലാം ഉണ്ടോ ഇവിടെ, ഇല്ല. അപ്പം അതും 0. ഇനി മൈനസ് ജെ. ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു ഡിറ്റർമിനന്റ് എടുത്തു കഴിയുമ്പോൾ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഡിറ്റർമിനന്റ് അകത്തെ സൈൻ എടുക്കുന്നത്. ഓക്കെ. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഡിറ്റർമിനന്റ് അകത്തെ സൈൻ എടുക്കുന്നത് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും, പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ഓക്കെ. അപ്പം രണ്ടാമത്തെ ജെയുടെ അവിടെ വന്നപ്പോൾ നമുക്ക് മൈനസ് എടുക്കണ്ട, അതുകൊണ്ട് നമ്മൾ മൈനസ് ജെന്ന് എടുത്തു. ഓക്കെ. ഇനി എന്ത് ചെയ്യണം, ജെ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് മറച്ചു പിടിക്കണ്ടേ, ഇങ്ങനെ മറച്ചു പിടിക്കണം അല്ലേ. പിന്നെ മിച്ചമുള്ളത് ഇതും 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 ഇതും. അപ്പം ആദ്യം എന്ത് ചെയ്യണം, ഇത് രണ്ടും ചെയ്യണം. ഡോ ബൈ ഡോ എക്സ് ഓഫ് 3xz². ഡോ ബൈ ഡോ എക്സ് ഓഫ് 3xz². ഇവിടെ എക്സിന്റെ ടേം ഉണ്ട്, മൊത്തം കോൺസ്റ്റന്റ് അല്ല. കോൺസ്റ്റന്റ് മാത്രമല്ല, അവിടെ എക്സിന്റെ ഒരു ടേം ഉണ്ട്. അപ്പോൾ എക്സിന്റെ ഒരു ടേമുണ്ട്, ബാക്കി കോൺസ്റ്റന്റ് ആദ്യം എഴുതുക 3z². ഇനി കോൺസ്റ്റന്റ് എല്ലാം മാറ്റി എഴുതി വെച്ചു. ഇനി എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സ് മാത്രമേ ഉള്ളൂ. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുന്നത് 1. അപ്പം ആ 1 ഇൻറ്റു 3z² എന്താണ് 3z² തന്നെ. ഇനി മൈനസ് ഇട്ടു. ഇനി അടുത്ത ടേം ഏതാ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, ഇതും ഇതും അല്ലേ. അപ്പോൾ ഇത് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് 2xy പ്ലസ് 2xy പ്ലസ് z³ ആണ് അടുത്തത് ചെയ്യേണ്ടത്. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് 2xy പ്ലസ് z³. അപ്പോൾ അടുത്ത ഇതാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇത് ചെയ്യുവാണെങ്കിൽ തന്നെ ആദ്യത്തെ ടേം എടുക്കുക 2xy ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുന്നത് 0. കാരണം എന്നാ, അതിൻ്റെ അകത്ത് കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആയിപ്പോവും. അടുത്ത ടേം എന്ന് പറയുമ്പോൾ z³. z³ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് പറ്റും 3z⁻³ - 3 - 1 എന്ന് വെച്ചാൽ 2 അല്ലേ. അപ്പം
3z² വരും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി പ്ലസ് കെ. ഇനി കെയിൻ്റെ ഇത് രണ്ട് സൈഡും മറച്ചു പിടിക്കുക. കെയിൻ്റെ രണ്ട് സൈഡും മറച്ചു പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇത്രയും ടേംസാണ്. ആദ്യം ഇതും മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ∂x ഓഫ് x² ആണ്. ∂x ഓഫ് x² എന്ന് വെച്ചാൽ 2x മൈനസ് ∂y ഓഫ് 2xy പ്ലസ് z³ അതെന്ന് വെച്ചാൽ ∂y ആണ്. ∂y അല്ലേ? ∂y ഓഫ് 2xy പ്ലസ് z³ ആണ്. അപ്പം ആദ്യത്തെ അകത്ത് നമുക്ക് കാണാം എന്താണ്? y ടേം ഉണ്ട്. 2xy പ്ലസ് z³ അകത്ത് ആദ്യത്തെ ടേം എടുക്കുക 2xyക്ക് അകത്ത് y എന്ന് പറഞ്ഞ ടേം ഉണ്ട്. മൊത്തം കോൺസ്റ്റന്റ് അല്ല. അപ്പം എന്ത് ചെയ്യുക? ആദ്യം കോൺസ്റ്റന്റിനെ അങ്ങോട്ട് എഴുതുക. എന്നിട്ട് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് പറ്റും? 1 കിട്ടും. അപ്പോൾ 2xy ഇൻറ്റു 1 എന്താവും? 2xy തന്നെ പ്ലസ് z³ വിത്ത് റെസ്പെക്ട് വൈയിൽ ഡിഫറൻസ് ചെയ്താൽ എന്ത് പറ്റും? അവിടെ എന്താണ്? കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളതുകൊണ്ട് എന്ത് പറ്റും? 0 ആയിപ്പോവും. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കിക്കേ. നമ്മളുടെ ഇവിടെ ഐയുടെ അവിടെ എന്താ ഉള്ളത്? 0 - 0 0 മൈനസ് ജെ 3z² മൈനസ് 3z² 0 പ്ലസ് കെ 2x മൈനസ് 2x എന്താണ്? 0. അപ്പോൾ മൊത്തം വാല്യൂ എന്തായി? 0 ആയിപ്പോയി. അപ്പം നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇറൊട്ടേഷൻ ആണെന്ന്, തന്നിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് ഇറൊട്ടേഷൻ ആണെന്ന് നമ്മൾ തെളിയിച്ചു. കണ്ടോ? ഷോ ദാറ്റ് വെച്ച് നമ്മൾ ഡെൽ ക്രോസ് എഫ് വെച്ചിട്ട് നമ്മൾ തെളിയിച്ചു തന്നിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് എന്താണെന്ന്, ഇറൊട്ടേഷൻ ആണെന്ന്. ഇനി അതുപോലെ എന്ത് ചെയ്യണം? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ഷോ ദാറ്റ് ആണ്. ഇനി അത് സോളിനോയിഡലാണോ നോക്കണം. സോളിനോയിഡൽ ആണെങ്കിൽ നിങ്ങൾ പറ എന്താണ് കണ്ടീഷൻ? ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു 0 ആണ് അല്ലേ? ഡെൽ ഡോട്ട് എഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 0 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യം ഇപ്പം തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഴുതുക. എഫ് x പ്ലസ് 3y പ്ലസ് ay പ്ലസ് z. ay പ്ലസ് z. എ ആണ് എ, ആൽഫബറ്റിൻ്റെ എ, ആപ്പിളിൻ്റെ എ. ay പ്ലസ് z j പ്ലസ് x മൈനസ് 2zk. x മൈനസ് 2zk. അപ്പം ഇപ്പം ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് സോളിനോയിഡൽ ആണെന്ന് ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവര് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് എ. ഈ എ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷെ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് സോളിനോയിഡൽ ആണെന്ന്. സോളിനോയിഡൽ ആണെങ്കിൽ കണ്ടീഷൻ എന്നാ? ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡെൽ ഡോട്ട് എഫ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എയുടെ വാല്യൂ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ആദ്യം ഡെൽ എഴുതുക. ഡെൽ എന്ന് പറയുമ്പോൾ ∂xi പ്ലസ് ∂yj പ്ലസ് ∂zk ഡോട്ട്. ഇനി എഫ് എഴുതുക. എഫ് എന്തൊക്കെയാ ഉള്ളത്? x പ്ലസ് 3y പ്ലസ് ay z k j പ്ലസ് ഇനി ലാസ്റ്റ് ടേം x മൈനസ് 2zk. ഓക്കെ, ഇത്രയും ഈക്വൽ ടു ഈ രണ്ട് ടേം ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡോട്ട് ചെയ്യുന്നത് തുടങ്ങാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സെയിം ആയിട്ടുള്ള ടേം ഡോട്ട് ചെയ്താൽ എന്ത് പറ്റും? 1 കിട്ടും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേം ഡോട്ട് ചെയ്താൽ 0 ആകും. അപ്പം ഐയും ഡോട്ട് ചെയ്താൽ 1 ആകും.
ഐയും ജെയും ഡോട്ട് ചെയ്താൽ 0 ആയി പോവും. കാരണം ഐയും ജെ എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറൻ്റ് അല്ലേ, ഡിഫറൻ്റ് ഡോട്ട് ചെയ്താൽ 0 ആയി പോവും. ഐയും സെയിം ആയിട്ടുള്ള ഡോട്ട് ചെയ്താൽ നമുക്ക് 1 കിട്ടും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, സെയിം ആയിട്ടുള്ളത് മാത്രം ഡോട്ട് ചെയ്യാം ഇവിടെ. അപ്പം ആദ്യത്തെ ടൈം ഞാൻ ഡോട്ട് ചെയ്യുക, ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്താണ് എക്സ് പ്ലസ് 3y പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് അവിടുത്തെ ജേറ്റം എ വൈ പ്ലസ് ഇസഡ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എന്താണ് എക്സ് മൈനസ് 2z. ഇത്രയും ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇതിപ്പം ഓരോന്നിപ്പം ഡോയിൽ കിടക്കുക. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡോ ബൈ ഡോ വൈ എന്ന് വെച്ചാൽ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആണ് പറയുന്നത്. അപ്പം പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ഓഫ് ദിസ് ടേം ആണ്. ഈ തന്നിരിക്കുന്ന ഓരോ ടേം ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം ആദ്യത്തെ ടേം എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 3y, അത് വിത്ത് റെസ്പെക്റ്റിലും ആരല്ല ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ടേ, എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടേം എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 3y എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എക്സ് പ്ലസ് 3yൻ്റെ ആദ്യത്തെ ടേം എക്സാ, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടേം 1 ആവും. പ്ലസ് 3yനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് പറ്റും, 3y എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻ്റാണ്, അതിൻ്റെ അകത്ത് എക്സ് ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് പറ്റും, 0 ആയി പോകും. അതുപോലെ തന്നെ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് എ വൈ പ്ലസ് ഇസഡ്. എ വൈ പ്ലസ് ഇസഡ് എന്ന് പറയുമ്പോൾ എന്തോ അതിൻ്റെ അത് വൈ ടേം ഉണ്ട്. അതുകൊണ്ട് ആദ്യത്തെ കോൺസ്റ്റന്റ് അങ്ങ് എഴുതുക. എ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റാണ്, ആ കോൺസ്റ്റന്റ് അങ്ങോട്ട് എഴുതുക. എന്നിട്ട് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്ത് പറ്റും, 1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണ്, എ തന്നെ. പ്ലസ് ഇനി ഇസഡിനെ വിത്ത് റെസ്പെക്ട് ടു വൈന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഒരു കോൺസ്റ്റന്റിനെ വിത്ത് റെസ്പെക്ട് ടു വൈന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്ത് പറ്റും, 0 ആയി പോകും. കാരണം അതിൻ്റെ കൂടെ വൈ ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റന്റ് മാത്രമാണ് നിൽക്കുന്നത്. കോൺസ്റ്റന്റ് മാത്രം നിൽക്കുമ്പോൾ അങ്ങ് 0 ആയി പോകും. ഇനി അടുത്തത്, ഇനി ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് മൈനസ് 2z ആണ്. അപ്പം ആദ്യത്തെ ടേം എന്ന് പറയുമ്പോൾ എക്സ് ആണ്. എക്സ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഇസഡിലാകുമ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പം എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആയി പോകും. കാരണം എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ മൈനസ് 2z, അവിടെ ഇസഡ് എന്ന് പറഞ്ഞ ടേം ഉണ്ട്. അപ്പം ആദ്യം നമ്മൾ മൈനസ് 2നെ മാറ്റി എഴുതി, മൈനസ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, 2നെ മാറ്റി എഴുതി. എന്നിട്ട് ഇസഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇസഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് പറ്റും, 1 ഈക്വൽ ടു 0. ഇനിയും നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടെ വാല്യൂവേറ്റ് ചെയ്യണം. ഇനി 1 + 0 1 + a + a - 2 ഈക്വൽ ടു 0. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും എയുടെ വാല്യൂ 1 എന്ന്. a ഈക്വൽ ടു -2 അപ്പുറത്ത് പോകുമ്പോൾ +2 ആവും, +1 അപ്പുറത്ത് പോകുമ്പോൾ -1 ആവും. അപ്പം എയുടെ വാല്യൂ നമുക്ക് കിട്ടും 1 എന്ന്. അപ്പം നമുക്ക് കിട്ടി എയുടെ വാല്യൂ ഈക്വൽ ടു 1 എന്ന്. ഓക്കെ, അങ്ങനെ നമ്മൾ സോളിനോയിഡിലും ഇറൊട്ടേഷനിലും തീർത്തിരിക്കുകയാണ്. അടുത്ത നമ്മളുടെ പോർഷൻ എന്ന് പറയുമ്പോൾ ലൈൻ ഇൻ്റഗ്രൽ ആണ്. അത് ഇനിയും അടുത്ത വീഡിയോയിൽ. ഓക്കെ.